ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കൊട്ടിയൂരേക്കാണ് പോകുന്നത്. കൊട്ടിയൂരേക്കുള്ള യാത്രയും അവിടുത്തെ കാഴ്ചകളാണെന്ന് കാണാൻ പോകുന്നത്. പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. സത്യമാണ്. ഈ ക്ഷേത്രത്തിന് ചുറ്റും കാടാണ്. പുഴ ഒഴുകുന്നുണ്ട്. ബാവലിപ്പുഴയുടെ തീരത്താണ്. ബാവലിപ്പുഴയുടെ ഇരു കരകളിലാണ് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും ഉള്ളത്. നമ്മൾ ഉച്ചയ്ക്ക് 3 മണിക്ക് പുറപ്പെട്ടതാണ്. അമ്പലത്തിൽ ഏകദേശം 5 മണിക്കെത്തി. അവിടെ എത്തുമ്പോൾ ചെറിയ മഴ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ അവിടെ എത്തിയപ്പോൾ ചെറിയ മഴയൊക്കെ കിട്ടി. വലിയ മഴയില്ല, ചെറിയ മഴ. തിരിച്ചു വരുമ്പോൾ നല്ല മഴയായിരുന്നു. പോകുമ്പോൾ നല്ല മഞ്ഞ് മൂടിയ മലകളൊക്കെ കണ്ട്. ഇവിടെയും അമ്പലത്തിൻ്റെ പുറകിൽ കാണാം നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന മലകളെ. പശ്ചിമഘട്ടമാണത്. അമ്പലത്തിലേക്ക് വരും വഴിയുള്ള യാത്രയായത്. കാടും മലകളും മഞ്ഞൊക്കെ ആയിട്ട് കുറച്ച് ആ യാത്രയുടെ വിശേഷങ്ങൾ കാണാം. കൊട്ടിയൂരിൽ നിന്ന് തിരിച്ചു വരുന്ന KSRTC ബസ് സർവീസാണ് ഇപ്പോൾ കണ്ടത്. ഒരുപാട് ബസ് സർവീസ് അങ്ങോട്ടേക്ക് ഇപ്പോൾ ഉണ്ട്. ഉത്സവ സീസൺ ആയതുകൊണ്ട്. ഇതിന്റെ ബാക്കിലാണ്. ഇതിന്റെ പുഴേന്റെ അപ്പുറമാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഈ യാത്ര ഇഷ്ടപ്പെടും. കാരണം ഇതിന് സൈഡിൽ കൂടെ പുഴ ഒഴുകുന്നുണ്ട്. കാടിനുള്ളിൽ കൂടെയാണ് പോകുന്നത്. അങ്ങനെയൊക്കെ കുറേ പ്രത്യേകതകളുണ്ട്. കാറ് നിർത്തിയെടുത്താൻ തോന്നുന്നു. മഞ്ഞ് മൂടിയിരിക്കുന്ന മല നിങ്ങൾക്ക് ദൂരെ കാണാം. ഈ ടൗൺ കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ പോയതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് എത്തുന്നത്. ബാവലിപ്പുഴയാണ് നിങ്ങൾ കാണുന്നത്. നല്ല കാടാണ് ഉള്ളിൽ. അതിനുള്ളിലാണ് ക്ഷേത്രം ഉള്ളത്. അത്യാവശ്യം വലിയ തിരക്കില്ലാണ്ട് പോകാൻ സാധിക്കുമെന്ന് വിചാരിച്ചു. ഓടപ്പൂക്കൾ ഉത്സവകാലത്തെ പ്രത്യേകതകളാണ്. ഓടപ്പൂക്കൾ മുള കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. അതുണ്ടാക്കുന്നത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അവിടുന്ന് കുറച്ച് പേര് ഉണ്ടാക്കുന്നുണ്ട്. 2 പേര്. പുഴയിൽ കുളിച്ചിട്ടാണ് കുറേ പേരൊക്കെ പോകുന്നത്. നമ്മൾ പോയപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു. ഭഗവാന്റെ മുകളിൽ മേൽക്കൂര പണിയാനുള്ള ഓലയാണ് കൊണ്ടുപോകുന്നത്. അത് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. കണ്ടോ, കുറേ പേര് ചെയ്യുന്നുണ്ട്. സ്വയംഭൂവായ ശിവലിംഗവും ആദിപരാശക്തിയായ
ദേവിയാണ് ഇവിടെ ഉള്ളത്. ക്യൂ നിൽക്കേണ്ടത് വിചാരിച്ച് നമ്മൾ പോകുന്നില്ല എന്ന് കരുതിയതാണ്. അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും ഉള്ളിൽ പോയി ദർശനം നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മോനെ എടുത്ത് ഉള്ളിൽ കയറി തൊഴുതു. ഇത് കണ്ടില്ലേ, ക്ഷേത്രമുറ്റം മുഴുവനും വെള്ളത്തിൽ തിരുവഞ്ചിറ എന്നാണ് പറയുക. നമ്മൾ നേരത്തെ കണ്ടില്ലേ ബാവലിപ്പുഴ, അതിലെ വെള്ളം തന്നെയാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത്. അത് തിരിച്ച് പുഴയിലേക്ക് തന്നെ പോകും. ഉള്ളിലൊക്കെ ഉരുളൻ കല്ലുകളാണ്. കാലിന് വലിയ കുഴപ്പമില്ല, സോഫ്റ്റാണ്. അമ്പലത്തിന് നേരെ മുമ്പിലെ വഴി കൂടെ ഇറങ്ങിയതാണ്. അത്യാവശ്യം നല്ല കല്ലുകളാണ്, നടക്കുമ്പോൾ കാലിൽ കുത്തുന്നുണ്ടായിരുന്നു. മറ്റൊരു ഭാഗത്ത് നമ്മളെത്തി. പുഴയുടെ വേറൊരു ഭംഗിയാണ് ഈ സൈഡിൽ വന്നപ്പോൾ കണ്ടത്. നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറി പാലം വഴി അപ്പുറത്തെ ഭാഗത്ത് പോയി. ഇത്രയും തന്നെയുള്ള വ്യൂ ആണ് നമ്മൾ വന്ന വഴിയെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഈ വഴി ചുറ്റി തിരിച്ച് ക്ഷേത്രത്തിനടുത്ത് തന്നെ എത്തി. നോക്കൂ വാവാ. വാവേ അച്ഛനും അമ്മയും ക്യൂവിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ കുറച്ചുകൂടെ ചുറ്റി കാണാമെന്ന് വെച്ച്. എന്ത് ഭംഗിയാന്ന് നോക്ക്, ബാക്ക്ഗ്രൗണ്ട് നല്ല മഞ്ഞൊക്കെ വന്ന് ചെറിയ ചാറ്റൽ മഴയുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ അമ്പലത്തിലോട്ട് വരുന്നത് തന്നെ. മനസ്സ് ഭയങ്കര പോസിറ്റീവാവും. പിന്നെ നമ്മൾ നേരെ പോയത് ആനേൻ്റെ അടുത്തേക്കാണ്. 2 ആനകളെ കണ്ടു. മോന് ഇഷ്ടപ്പെട്ടു ആനേനെ. ആന മോനെ കണ്ടപ്പോൾ ഒന്ന് മോനെ നോക്കി കുറച്ച് നേരം തലയൊക്കെ ആട്ടിക്കളിക്കണ്ടായിരുന്നു. ഒരു കൊമ്പടെ പോയി അപ്പുറത്തുണ്ട്. ആനേനെ എങ്ങനെ വിളിക്കാ? ബം 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 ബം. ഹലോ, അശ്ശി ഇതെന്നാ വിളിക്കാ? അമ്പലത്തിൻ്റെ ഏത് ഫ്രെയിം എടുത്താലും ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നി. എല്ലാ ഫ്രെയിംസിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. പിന്നെ ലേറ്റ് ആയപ്പോൾ ലൈറ്റ് ഇടാൻ തുടങ്ങി. അങ്ങനെ ആ കാഴ്ചയും കൂടി കാണാൻ പറ്റി. ലൈറ്റൊക്കെ ഇട്ടിട്ടില്ല.
അമ്പലത്തിൻ്റെ ഭംഗി. ആ ലൈറ്റ് ലൈറ്റ് എത്ര ലൈറ്റാ? 1 2 ഡാർക്കായി കത്തി വീഡിയോ ഇല്ല, ഇത് ഒറിജിനൽ എടുക്കട്ടെ ആദ്യം. ഇതുവരെ കയറിയില്ല, അടുത്ത് കയറാൻ പോകുന്നേ ഉള്ളൂ. ആന ആന. അങ്ങനെ നമ്മൾ തിരിച്ച് വന്ന വഴി തന്നെ പോവുകയാണ്. രാത്രിയാകുമ്പോഴേക്കും ആളുകളുടെ എണ്ണം പിന്നെയും കൂടാൻ തുടങ്ങി. നമ്മൾ 2 ഓടപ്പൂവും വായിച്ചു. ഇപ്പോൾ ഏകദേശം പാർക്കിംഗ് ഒക്കെ ഫില്ലായി. ആളുകളുടെ എണ്ണം നമ്മൾ വരുമ്പോൾ ഇത്ര അല്ലായിരുന്നു. എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും സ്ഥലം ഭയങ്കര കാമായിട്ടാണ് തോന്നിയത്. വെരി പീസ്ഫുൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.